സ്ഥിതിക്ക് ഞാനും മുസ്ലിമായിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതോടുകൂടെ ഞാൻ എൻ്റെ പെങ്ങളെ അടിച്ചു. അവളെ മുഖമാകെ ചോര കൊണ്ട് കുളിച്ചു. ഒരല്പം എനിക്ക് ദേഷ്യത്തിന് ശമനം വന്നപ്പോൾ ഞാൻ പിന്നെ അന്വേഷിച്ചു. ഞാൻ വന്ന നേരത്തെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്ന ആ സംസാരം കൊണ്ട് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഞാൻ വരുന്ന നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കിതാബ് എനിക്ക് കൊണ്ടുതരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, അന്ത റിജിസുൻ, നീ വൃത്തികേടാണ്, നീ നജസാണ്. പരിശുദ്ധരല്ലാതെ മറ്റാരും തൊടാൻ പാടില്ലാത്ത കിതാബാണ് ഈ കിതാബ്. ഇതിന് ലക്ഷ്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ വാഖിയ. അതിൻ്റെയും നുബുവത്തിന്റെ 5-ാം കൊല്ലത്തിലോ മറ്റോ ഇറങ്ങിയതായിരിക്കും. കാരണം ഈ സംഭവം നുബുവത്തിന്റെ 6-ാമത്തെ കൊല്ലത്തിലാണ്. അതിൻ്റെയും മുമ്പ് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന ആയത്ത് സൂറത്തുൽ വാഖിയയിലാണ്. അപ്പോൾ ഹിജ്റ 5-ലോ മറ്റോ ആയിരിക്കും സൂറത്തുൽ വാഖിയ ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഇതിന് ലക്ഷ്യം പിടിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പോയി ഒന്നുവെടുത്ത് വന്നു, കുളിച്ച് ഒന്നുവെടുത്ത് വന്നു. إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. അതുവരെ ഓടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫഖാല, ഉടനെ ചാടി എണീറ്റ് പറഞ്ഞു, ഇന്നി അർജു അൻ തകൂന ഈ താല്പര്യം തന്നെയാണ് എനിക്കുള്ളത്, ഇത് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞു മഹാനായ സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ്. ഉടനെ ബഹുമാനപ്പെട്ടവരുടെ ആളിയം പറഞ്ഞു, എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ലക യൗമൽ ഖമീസ്, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി റസൂലുള്ളാഹി നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് ഉമറേ. ആ ദുആ അല്ലാഹു ഫലിപ്പിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഉടനെ അളിയൻ പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങി റസൂലുള്ളാഹിനെ അന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങി. സഫാ മലയുടെ താഴെയുള്ള ആ ദാറുൽ അർഖമിലായിരുന്നു ഹബീബ റസൂലുള്ളാഹി താമസിച്ചിരുന്നത്. അങ്ങനെ ആ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് പുറത്തിറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് റസൂലുള്ളാഹി താമസിക്കുന്ന ആ വീട്ടിലേക്ക് കയറി ചെന്നു. വാതിൽക്കൽ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, വത്വലഹത്ത് ബിൻ ഉബൈദില്ല ഉണ്ട്, വനാസുൻ ഒരു വിഭാഗം ആളുകളുണ്ട്. ഫഖാല ഹംസ പറഞ്ഞു, ആരാ ഉമറു, ദാ ഉമറാണ് വരുന്നത്. വാതിൽക്കലേക്ക് തന്നെയാണ് നീങ്ങി നിന്നു. റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വരികയായിരുന്നു ആണെങ്കിലോ എന്ന് വിചാരിച്ച് വാതിലേക്ക് ഇറങ്ങി നിന്നു മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഈ യുരിദില്ലാഹു ബിഹി ഖൈറ, നല്ലതിന് വേണ്ടിയാണ് ഇവൻ വരുന്നതെങ്കിൽ ഇവന് മുസ്ലിം ആകാം. ഇവൻ വേറെന്തെങ്കിലും ആണ് കാര്യത്തിനാണ് വരുന്നതെങ്കിൽ എന്നാൽ അവനെ ശരിയാക്കാൻ എനിക്ക് ഇന്ന് എളുപ്പമാണ് എന്ന് മഹാനായ സയ്യിദ്നാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു കേറി ഇങ്ങോട്ട് വന്നു. റസൂലുള്ളാഹിനെ അന്വേഷിച്ചു. വീട്ടിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിക്ക് വഹ്യ് ഇറക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. നേരെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കയറി ചെന്നു. അപ്പോൾ വസ്ത്രം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ചെന്നതോടുകൂടെ തന്റെ വസ്ത്രം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വസ്ത്രം റസൂലുള്ളാഹി അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. ഉമറേ, നിനക്ക് ഇപ്പോഴും നിർത്താനായിട്ടില്ലേ? വലീദ് ബിൻ മുഗീറയെ കുറിച്ച് നിന്ദിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയത് പോലത്തെ ആയത്ത് നിന്നെ കുറിച്ചും അള്ളാഹു ഇറക്കാതിരിക്കണമെങ്കിൽ ഈ പണി നീ നിർത്തിക്കോ എന്ന് ആ സമുദായം നല്ലവരെ എന്നെ നിന്ദിക്കുന്ന ഈ പ്രവർത്തനം നീ നിർത്തിക്കോന്ന് വസ്ത്രം കൂട്ടിപ്പിടിച്ച് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. فقال عمر പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. فكبر അഹ്ലു ദഗ്ദാദി തക്ബീറതൻ സമിഅഹാ അഹ്ലു മക്ക. ഇതാണ് ഭയങ്കര സംഭവം. അന്ന് തന്നെ പേര് കിട്ടിയിട്ടുണ്ട്, അൽ ഫാറൂഖ് എന്ന് പേര് കിട്ടി.
വീട്ടിന്റെ ഉള്ളിൽ കയറി ഷഹാദത്ത് കലിമ രണ്ടും മൊഴിഞ്ഞതോടുകൂടെ കബ്ബറഹ അഹ്ലുദ്ദാരി വീട്ടുകാർ മുഴുവനും തക്ബീർ ചെല്ലാൻ തുടങ്ങി. അഹ്ലു മക്ക ഞങ്ങൾ വിജയിച്ചു, ഇന്നു മുതൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അഹ്ലുദ്ദാർ അഹ്ലു മക്ക മക്കക്കാർ മുഴുവനും ആ വീട്ടിലുള്ളവർ മുഴുവനും തക്ബീർ മുഴക്കി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞുതരാം. ഇത് ഖൈറായ കാര്യങ്ങളും മറ്റൊക്കെ കേൾക്കുമ്പോൾ ആ വിഷയത്തിന് തക്ബീർ മുഴക്കുക എന്ന ഇന്ന് മുസ്ലിമീങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ശൈലിയിൽ ഇതിനൊരു മഹദ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും തക്ബീർ മുഴക്കുന്ന ഏർപ്പാട് നിർത്തിയിട്ട് ആവശ്യമുള്ളതിന് മാത്രം ഹക്കാണെങ്കിൽ അത് വലിയ ഖൈറായിരിക്കും എന്ന് മനസ്സിലാവും. അവിടെ ഒരു മഹദ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിന്. ഉടനെ പുണ്യനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പുണ്യനബിയെ അലസ്നാ അലൽ ഹഖ്, നമ്മൾ സത്യത്തിന്റെ ആളുകളല്ലേ? നമ്മൾ സത്യത്തിന്റെ ആളുകളല്ലേ നബിയെ എന്ന് ചോദിച്ചു. അത് ബല നമ്മൾ സത്യത്തിന്റെ ആളുകൾ തന്നെ. പിന്നെന്താണ് ഈ ഒളിഞ്ഞിരിക്കൽ? അന്ന് മുസ്ലിമായ അന്ന് ചോദിച്ചതാ. അന്ന് പേര് കിട്ടിയ പേരാണ് എന്ത്? ഫാറൂഖ്. അപ്പ പേര് കൊടുത്ത റസൂലുള്ള. അതാണ് പേരിന് കാരണം. ഷഹാദത്ത് കലിമ ചെല്ലിയ ഉടനെ ചോദിച്ചു, അലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നബിയെ നമ്മൾ സത്യത്തിന്റെ മേലല്ലേ നബിയെ? ഞാൻ പിന്നെ എന്തിനാണ് ഈ ഒളിഞ്ഞിരിക്കുന്നതിന്റെ ആവശ്യം എന്താണ് ചോദിച്ചു. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ട് നിരയായി, രണ്ട് ജാഥയായി, ഒരു ജാഥ രണ്ട് വരിയായി ആ ദാറുൽ അർഖമിൽ നിന്ന് കഅബാലയത്തിലേക്ക് പുറപ്പെട്ടു. ബുഖാരി അടക്കം എല്ലാ മുഹദ്ദിഥീങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാഥയുടെ അസ്ല്, ഇസ്ലാമിക ജാഥയുടെ അസ്ല് തന്നെ. خرجنا صفين انا في احدهما وحمزه في الاخر. ഒന്നിന്റെ മുന്നിൽ ഞാനും നിന്നു, മറ്റേന്റെ മുന്നിൽ ഹംസയും നിന്നു. ഞങ്ങൾ രണ്ട് വരിയായിട്ട് അങ്ങനെ കഅബാലയത്തിലേക്കാണ് പുറപ്പെട്ടു. ജാഥ ഇസ്ലാമിക ജാഥയുടെ അസ്ലാണ്. فخرجنا صفين من الدار الى الكعبه. ഞങ്ങൾ രണ്ട് വരിയായി ജാഥയായി തക്ബീറും ചൊല്ലിയിട്ട് ജാഥയായി പുറപ്പെട്ടു. ഒരു വരിയുടെ മുന്നിൽ ഞാനും നിന്നു, ഒരു വരിയുടെ മുന്നിൽ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹത്താ ദഖൽനൽ മസ്ജിദ, ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ ഫനളറതു ഖുറൈശുൻ ഇലയ്യ വഇലാ ഹംസ, മുന്നിൽ നിൽക്കുന്ന എന്നെയും ഹംസയെയും ഖുറൈശികൾ നോക്കാൻ തുടങ്ങി. ഫഅസാബഹും കആബത്തുൻ ശദീദാ, അവർക്ക് വലിയ വിഷമമുണ്ടായി. കാരണം ഇനി വല്ലാതെ തന്നെ മുസ്ലിമീങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അവർ അതോടുകൂടെ അവർക്ക് കാര്യം മനസ്സിലായി. ഈ ഒരു സംഭവത്തിൽ ഹബീബായ നബി എനിക്ക് നൽകിയ പേരാണ് അൽ ഫാറൂഖ്. ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ പരസ്യമായി വിട്ടുപിരിച്ച ആൾ. ഇതാണ് ഫാറൂഖിന്റെ അർത്ഥം. ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിച്ചു. അന്ന് റസൂലുള്ള എനിക്ക് ഇട്ട പേരാണ് അൽ ഫാറൂഖ്. ഉമർ ഫാറൂഖ് റസൂലുള്ള നൽകിയ പേരാണ്. ധാരാളം കാരണങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും ഹബീബാ റസൂലുള്ളാഹി ഒളിഞ്ഞിരിക്കുകയായിരുന്നു. 10-40 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അവർ പുറത്തിറങ്ങാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നു ഹബീബാ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി ഇനി ഇരിക്കാൻ പാടില്ല, എന്നെ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഞങ്ങളോടുകൂടെ പുറത്തേക്ക് വന്നു. വലിയ 2 സഫുകളായി ബഹുമാനപ്പെട്ട കഅബാലയത്തിലേക്ക് പോയി. എല്ലാവരും തക്ബീർ മുഴക്കുകയും ചെയ്തു. അതുപോലെ മക്കക്കാരെ ഖുറൈശികൾക്ക് വിഷമമുണ്ടായ ഒരു സമയമുണ്ടായിട്ട്